നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എ മഹേന്ദ്രൻ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എ മഹേന്ദ്രന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ കള്ളിംഗ് ജോലികൾ പുരോഗമിക്കുന്നതായും ഇതുവരെ 3795 പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കിയതായും അധികൃതർ. ആലപ്പുഴ നഗരസഭാ ശുചീകരണ തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണ ചടങ്ങും ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എ മഹേന്ദ്രൻ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എ മഹേന്ദ്രന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി എ മഹേന്ദ്രൻ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എ മഹേന്ദ്രന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ശനിയാഴ്ച രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചത്. യുവജന പ്രസ്ഥാനത്തിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിലും പാർട്ടിയിലും ദീർഘകാലമായി പ്രവർത്തിച്ചു വരികയായിരുന്നു എ മഹേന്ദ്രൻ. നൂറനാട് ഡിവിഷനിൽ നിന്നും വിജയിച്ചാണ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ എ മഹേന്ദ്രൻ ജയിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തിയത്. ആര്യാട് ഡിവിഷനിൽ നിന്നും വിജയിച്ച അഡ്വക്കേറ്റ് ഷീന സനൽകുമാറാണ് പുതിയ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷ. ആകെ 24 സീറ്റുള്ളതിൽ LDF-ന് 16ഉം UDF-ന് 8ഉം അംഗങ്ങളാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത്. DYFI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ മഹേന്ദ്രൻ നേരത്തെ ചെട്ടികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ്, മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചിരുന്നു. നിലവിൽ ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ, സംസ്ഥാന ജയിൽ അഡ്വൈസറി ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ കള്ളിംഗ് ജോലികൾ പുരോഗമിക്കുന്നതായും ഇതുവരെ 3795 പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കിയതായും അധികൃതർ വ്യക്തമാക്കി. ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച പഞ്ചായത്തുകളിൽ പക്ഷികളെ കൊന്നുമറവ് ചെയ്യുന്ന പ്രധാന നടപടിയായ കള്ളിംഗ് ജോലികൾ പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. ഇതുവരെ 3795 പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കി. നെടുമുടി, കരുവാറ്റ, തകഴി, കുമാരപുരം പഞ്ചായത്തുകളിൽ കള്ളിംഗ് പ്രവൃത്തികൾ ഇതിനോടകം പൂർത്തിയായി. കാർത്തികപ്പള്ളി, പുന്നപ്ര സൗത്ത്, ചെറുതന, അമ്പലപ്പുഴ സൗത്ത് എന്നീ പഞ്ചായത്തുകളിൽ കള്ളിംഗ് ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കുമാരപുരം പഞ്ചായത്തിൽ 131 പക്ഷികളെയാണ് വൈകുന്നേരം വരെ കള്ളിങ്ങിന് വിധേയമാക്കിയത്. തകഴിയിൽ 286 പക്ഷികളെയും കരുവാറ്റയിൽ 715 പക്ഷികളെയും നെടുമുടിയിൽ 2663 പക്ഷികളെയും കൊന്നൊടുക്കി. 8 ദ്രുത പ്രതികരണ സംഘങ്ങളാണ് ജോലികൾ നേതൃത്വം നൽകി വരുന്നത്. പക്ഷികളെ കൊന്ന ശേഷം വിറക്, ഡീസൽ, പഞ്ചസാര എന്നിവ ഉപയോഗിച്ച് നിശ്ചിത സ്ഥലങ്ങളിൽ കത്തിച്ചു കളയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കത്തിക്കൽ പൂർത്തിയായ ശേഷം ഡിസംബർ 29 തിങ്കളാഴ്ച പ്രത്യേക സംഘമെത്തി അണുനശീകരണം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ നഗരസഭാ ശുചീകരണ തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണ ചടങ്ങും ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ നഗരസഭ ആരോഗ്യ വിഭാഗം സൗത്ത് സെന്റർ ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരസഭാ അധ്യക്ഷയ്ക്കും ഉപാധ്യക്ഷനും സ്വീകരണം നൽകി. തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ചടങ്ങിലാണ് നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബിനെയും ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പനെയും പൊന്നാടയിട്ട് സ്വീകരിച്ചത്. ആലുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുടെ വയോജന കേന്ദ്രത്തിൽ നടത്തിയ ചടങ്ങിൽ വാർഡ് കൗൺസിലർ നാസിയ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ശുചീകരണ തൊഴിലാളി യൂണിയൻ സെക്രട്ടറി നൌഷാദ് കാഞ്ഞിരം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നഗരസഭാ കൗൺസിലർമാരായ ലൈല ബേബി, MK നിസാർ, സജീന ജമാൽ, ഷംന മൻസൂർ, ബേബി ലൂയിസ്, മുൻ നഗരസഭാംഗം അഡ്വക്കേറ്റ് G മനോജ് കുമാർ, ചന്ദ്രൻ, JHIമാരായ അനിക്കുട്ടൻ, നാസിബ്, നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജീവനക്കാർക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ എത്രയും പെട്ടെന്ന് അവർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഞാൻ ആദ്യമായി ഒപ്പുവെച്ചത്. കാരണം ഈ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടണത്തിന്റെ നിലനിൽപ്പ് തന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ പ്രദേശങ്ങളെല്ലാം വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന, നമ്മുടെ ആലപ്പുഴ പട്ടണം വളരെ വൃത്തിയായി നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന തൊഴിലാളികളാണ് ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാർ. നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വളരെ ഞങ്ങളിൽ
ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സപ്തദിന NSS ക്യാമ്പിന് തുടക്കമായി. യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി എന്ന സന്ദേശമുയർത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അമ്പലപ്പുഴ MLA സലാം ക്യാമ്പിന്റെ ഉദ്ഘാടനം നടത്തി. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സപ്തദിന NSS ക്യാമ്പിന് തുടക്കമായി. യുവത ഗ്രാമതയുടെ ശ്രമതയ്ക്കായി എന്ന സന്ദേശമുയർത്തി ആരംഭിച്ച ക്യാമ്പ് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഓരോ ആളുകൾക്കും വ്യക്തിപരമായി നമുക്കതിന്റെ വ്യത്യാസം സ്വാഭാവികം ഉണ്ടാവും. അതിന് ഇതുവരേക്കും നമ്മൾ പോകുന്ന രീതികളിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ട രീതി സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇത് കടത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശേഷിയും സ്വാധീനവും ഉള്ള ഒന്നാണ് NSS എന്നുള്ളത്. വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഒരു ക്യാമ്പസ് മൊത്തമായി എടുക്കുന്ന സമയത്തും ആ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന വളരെ ചെറിയ നമ്പറായ NSSന്റെ കൂട്ടം നിങ്ങൾ ചെയ്യുന്നൊരു പ്രവർത്തനത്തിലൂടെ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല, നിങ്ങളിലൂടെ ആ ക്യാമ്പസിലെ എല്ലാ കുട്ടികളുടെയും ടോട്ടൽ ക്യാമ്പസിന്റെ ഹൃദയത്തിലേക്ക് ഒരു വ്യത്യാസം വരുത്താൻ കഴിയുന്ന ഒന്നായിട്ട് നിങ്ങളുടെ പ്രവർത്തനം മാറുന്നതാണ്. ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നതായിട്ടില്ല. നിങ്ങളുടെ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ധാരാളം ടോപ്പിക്കുകൾ തന്നെ നിങ്ങൾ നന്നായിട്ട് അത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോട്ടീസ് വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഒരു സാമൂഹിക ജീവിതത്തില് നമ്മൾ മിനിമം ഒന്ന് അറ്റൻഡ് ചെയ്ത് നിൽക്കേണ്ടതായി അതിന് എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ടീസ് എടുത്ത് വായിക്കരുത്. ലഹരിയെ കുറിച്ച് നിങ്ങളുടെ ടോപ്പിക്കിന്റെ ഭാഗമാണ്. ദുരന്ത നിവാരണ പ്രാഥമിക ശുശ്രൂഷ പരിശീലനം, വ്യക്തിത്വ വികസനം, മണ്ണും മനുഷ്യനും, സമൂഹ ജാഗ്രതാ ജ്യോതി, ഡിജിറ്റൽ സാക്ഷരത, അടുക്കളത്തോട്ട നിർമ്മാണം, വായനശാല നവീകരണവും പുസ്തക കൈമാറ്റവും തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ക്യാമ്പിന്റെ ഭാഗമാകും. ആലപ്പുഴ KK കുഞ്ചുപിള്ള സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് P അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AR കണ്ണൻ, G അശോക് കുമാർ, ജനപ്രതിനിധികളായ അനിൽ പാഞ്ചജന്യം, സിനി ഷിഹാബ്, സ്നേഹിത രതീഷ്, AR ഹരികൃഷ്ണൻ, ക്ലസ്റ്റർ കൺവീനർ R ബിന്ദു, കുഞ്ചുപിള്ള സ്കൂൾ പ്രിൻസിപ്പൽ BR പ്രീത, R നാരായണൻ, M മഹേഷ് എന്നിവർ സംസാരിച്ചു. മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ KH ഹനീഷ്യ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. വരയും പടവും എന്ന പേരിൽ ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന പ്രദർശനത്തിന് തുടക്കമായി. സലാം MLA, കഥാകൃത്ത് ഫ്രാൻസിസ് നെറോണ എന്നിവർ ചേർന്ന് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ കടൽ തീരത്തു നിന്നും ക്യാമറ കണ്ണുകളാൽ ഒപ്പിയെടുത്തതും വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്നതുമായ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുടെ പ്രദർശനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. പടവും വരയും എന്ന പേരിൽ ഈ മാസം 31 വരെ ആലപ്പുഴ ബീച്ചിലെ കാറ്റാടി പാർക്കിൽ നടക്കുന്ന ചിത്ര പ്രദർശനം അമ്പലപ്പുഴ MLA സലാം, കഥാകൃത്ത് ഫ്രാൻസിസ് നെറോണ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ എഴുതി മനസ്സിലാക്കുന്നതിനേക്കാൾ വേഗതയിൽ ചിത്രങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ശേഷിയുണ്ടെന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയും ചിത്രങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു നില കാണാൻ പറ്റും. അതിന്റെ ഒരു പ്രാധാന്യം എഴുത്തിനേക്കാളും അല്ലെങ്കിൽ കൂടുതൽ എഴുതി ഒരു മനുഷ്യനെ വായിച്ച് ബോധ്യപ്പെടുത്തുന്നതിനേക്കാളും വേഗതയിൽ ഒരു ചിത്രം കൊണ്ട് ആശയം പങ്കുവെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചില കാർട്ടൂണുകൾ നമുക്ക് ശ്രദ്ധേയമായ കാർട്ടൂൺ കാണാൻ കഴിയും. അത് ചിലപ്പോൾ ഒരു വലിയ സംഭവം, ആ സംഭവത്തിന്റെ ഒരു പത്രം ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതി വെക്കപ്പെട്ടതെല്ലാം വായിച്ചാൽ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചിലപ്പോ ഒരു മനുഷ്യന്റെ മനസ്സിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഒരു ചിത്രത്തിലൂടെയായിരിക്കും. എഴുത്തിനേക്കാൾ എളുപ്പത്തിൽ ആസ്വാദകരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടാൻ ചിത്രങ്ങൾക്കാകുമെന്നും ചിത്രങ്ങൾ സ്വയം കഥ പറയുമെന്നും സലാം അഭിപ്രായപ്പെട്ടു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ചിത്ര പ്രദർശനങ്ങൾ ഇതിനോടകം നടത്തി ശ്രദ്ധേയനായിട്ടുള്ള അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്തിലെ സീനിയർ ക്ലാർക്ക് കൂടിയായ ഷിബു ആലപ്പുഴയുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളും
ആലപ്പുഴ സബ് രജിസ്ട്രാറും ഫോട്ടോഗ്രാഫറുമായിട്ടുള്ള മുഹമ്മദ് റഫീഖ് ആലപ്പുഴ ബീച്ചിലെ തീരപ്രദേശത്ത് നിന്നും ക്യാമറ കണ്ണുകളാൽ ഒപ്പിയെടുത്ത ദേശാടന പക്ഷികളുടെ ചിത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വരയും പടവും ചിത്ര പ്രദർശനം ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ മാറ്റുകൂട്ടുന്ന ഒന്നായി ഇതിനോടകം തന്നെ മാറിയെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രദർശനം കാണാനെത്തുന്നവരുടെ തിരക്കും ഇതിനോടകം തന്നെ പ്രദർശനം ആലപ്പുഴക്കാർ നെഞ്ചിലേറ്റി എന്നതിന്റെ പ്രത്യക്ഷ തെളിവ് കൂടിയാണ്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എ മഹേന്ദ്രൻ സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എ മഹേന്ദ്രന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ കള്ളിംഗ് ജോലികൾ പുരോഗമിക്കുന്നതായും ഇതുവരെ 3795 പക്ഷികളെ കള്ളിങ്ങിന് വിധേയമാക്കിയതായും അധികൃതർ. ആലപ്പുഴ നഗരസഭാ ശുചീകരണ തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണ ചടങ്ങും ക്രിസ്തുമസ് പുതുവത്സരാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ഉപാധ്യക്ഷൻ ജോസ് ചെല്ലപ്പൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.